സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇതാണ് എൻ്റെ പ്രോഫിറ്റ് ഇന്നത്തെ 641.25. സോ ഇന്ന് ഈ ട്രേഡ് എടുത്തതിൻ്റെ റീസണും എന്തുകൊണ്ട് എവിടെ നിന്ന് എന്തുകൊണ്ട് എന്നുള്ളതും ഞാനിന്ന് നിഫ്റ്റി ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. സോ നിഫ്റ്റി ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇത് 1 മിനിറ്റ് ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന, ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 1 മിനിറ്റ് ക്യാൻഡിലാണ് എപ്പോഴും യൂസ് ചെയ്യുക. സോ കൃത്യം ഇന്ന് 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഞാൻ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ആദ്യമേ കൺസിഡർ ചെയ്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഫസ്റ്റത്തെ ഗ്രീൻ ലൈൻ കണ്ടോ, അതായത് 24,874 ആ ഏരിയയിൽ മാർക്കറ്റ് ഈ ഫസ്റ്റ് 9:15 ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയായിരുന്നു, ചെറുതായിട്ട് താഴേക്ക് വന്നു. ഓക്കെ, ഇതിൻ്റെ ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് കൃത്യം 9:15 ക്രിയേറ്റ് ആയ ക്യാൻഡിലിൻ്റെ ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് ആ സമയത്ത് എനിക്ക് ആ എൻട്രി കിട്ടിയില്ല. കാരണം അതായത് ഈ സമയത്ത് ഈ റേഞ്ച് മാർക്കറ്റ് എത്തിയപ്പോൾ ഞാൻ ഈ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് ആ എൻട്രി മിസ്സായി. സോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല, ഇപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കണ്ടെന്ന് കരുതിയതാണ്. ബട്ട് അഗെയിൻ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിന്നപ്പോൾ വീണ്ടും ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കൺസിഡർ ചെയ്ത് നിന്നപ്പം അഗെയിൻ ഈ ഒരു പിങ്ക് കളറിൽ ഡ്രോ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ, ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് അഗെയിൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സോ ആ എൻട്രി എനിക്ക് മിസ്സായി. സോ മിസ്സായതുകൊണ്ട് ഞാൻ നമ്മളാ ഒരു ഫോമോടെ ഫിയറിൽ എടുക്കണ്ടെന്ന് എഴുതി പിന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. പിന്നെ ഒരു എൻട്രിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് കരുതി. ബട്ട് പിന്നെ ഒരു എൻട്രി കിട്ടിയത് വന്നിട്ട് ഞാൻ പറയാം, കൃത്യം ഈ 10:21 സോ ഈ 10:21 ക്യാൻഡിലാണ് ഞാനൊരു കോൾ എടുത്തത്. അതിൻ്റെ റീസൺ എന്താണെങ്കിൽ, ഈ കൃത്യം 10:14 ക്യാൻഡിൽ കണ്ടോ, അതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ഒരു കോൾ ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് കൃത്യം അതുപോലെ ബൈ ചെയ്യുകയും ചെയ്തു. സോ ഈ ഒരു ഹൈയിൽ കൃത്യം ഈ 24,834 അതിൻ്റെ ഹൈയിൽ ഞാനത് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. ആക്ച്വലി ആദ്യമേ ഒരു പ്രീമിയം നന്നായിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു 1000 ആ റേഞ്ചൊക്കെ എത്തി. അപ്പോഴും ഇൻഡെക്സിലെ ക്യാൻഡിൽ വന്നിട്ട് നമ്മുടെ ടാർഗറ്റിന് ആ റേഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് എക്സിറ്റ് ചെയ്തില്ല. ബട്ട് ഇൻഡെക്സിൻ്റെ ക്യാൻഡിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് റേഞ്ച് എത്തിയപ്പോഴത്തേനും പ്രീമിയം ഹൈക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഒരു 700 സംതിങ് ആയി. അത് എക്സിറ്റ് ചെയ്തപ്പം 600 സംതിങ്ങിലാണ് എക്സിറ്റ് ആയി പോയത്. ആക്ച്വലി ഞാൻ ഇതിന് മുമ്പെടുത്ത ഈ ട്രേഡും ഞാൻ പറഞ്ഞില്ലേ, ഒരു 9 ഈ ഒരു ആരമാർക്ക് ഉണ്ട്, ഇവിടെ നിന്ന് ഞാൻ പുട്ട് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് അവിടെ എടുക്കാനൊരു മടി വന്നതിൻ്റെ റീസൺ വന്നിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കണോ വേണ്ടോ എന്നുള്ളത്. ബട്ട് എൻ്റെ പ്ലാൻ കറക്റ്റായിരുന്നു, പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു. സോ അതിന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം താഴേക്ക് വരികയും ചെയ്തു. എനിവേ ഇതാണ് ഇന്ന് 3 ട്രേഡ് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 എൻട്രീസ് മിസ്സായി. ഒരു എൻട്രി മാത്രമാണ് വൃത്തിയായിട്ട് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. സോ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയി. സോ ദാറ്റ്സ് ഇറ്റ്.